നിങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തോ? തീർച്ചയായും. പിന്നെ കലോത്സവം എങ്ങനെ പോന്നു? നന്നായി പോകുന്നു. ഹലോ, ഗംഭീരമായിട്ട് പോന്നോ? തൃശ്ശൂർക്കാർക്ക് വലിയൊരു ഉത്സവമായോ ഇത്? അതെ. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, 2 ദിവസം ഉണ്ടായിരുന്നു. മക്കൾ എങ്ങനെ ഉണ്ടാ? ഗംഭീരായോ? എന്താ പേര് മോനെ? ഓക്കെ, അപ്പൊ നമ്മള് ഇനിയിപ്പോ നമ്മള് അടുത്ത 1 മണിക്കൂർ നേരം നമ്മള് അടിച്ചു പൊളിക്കാൻ പോവാണ് കലോത്സവ വേദിയില്. അപ്പൊ ഓ അത് ശരി, വളരെ സന്തോഷം. ഓക്കെ, നമ്മുടെ പേരെന്താ? ഇവരാണ് ഭാരവാഹികൾ തൃശ്ശൂർ വാദ്യകലാ. ഗംഭീരായി കേട്ടോ, കുട്ടികൾ നന്നായി പെർഫോം ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഈ കലയാണ് ലഹരി എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് പിള്ളേരെ പഠിപ്പിക്കുക കുട്ടികളെ. ഓക്കെ, താങ്ക് യു. അപ്പൊ പറഞ്ഞ് നമുക്ക് ഇനി ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഒരു അഭിപ്രായം എടുത്താലോ? തീർച്ചയായിട്ടും. ഒരു പൂരത്തിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കലാപൂരം അതിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ തിരശ്ശീല വീഴുമ്പോൾ അപ്പോഴത്തേക്കും ഇത് കണ്ടോ? ഇത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. പൗരാണിക ഭാഷയിൽ വന്നിരിക്കുകയാണ്. കാരണം തൃശ്ശൂരിലെ ഏറ്റവും വലിയ കലോത്സവമാണ് നമ്മുടെ കേരള കലോത്സവം. അപ്പോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പൗരാണിക ഭാഷയിൽ ഇപ്പോൾ നടക്കുന്ന കലോത്സവം നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്താണ്. കലകളെ സംരക്ഷിക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. വേഷം ഉച്ചയ്ക്ക് കയറ്റിയിരിക്കുന്നു. ഇത് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ നാളെ രാത്രിയാവും. കാരണം ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡെഡിക്കേഷനാണ്. കലകളെ സംരക്ഷിക്കാനും പൗരാണിക വേഷങ്ങളെയും കലയും സംസ്കാരവും ഇറക്കിയിട്ടൊന്ന് കാണണം നിങ്ങൾ. തീർച്ചയായിട്ടും രൂപത്തിലൊന്ന് കാണണ്ടേ? ഉണ്ട് ഇവിടെ. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോ കുറച്ചുകൂടെ പറയണമെന്ന് തോന്നി അല്ലേ? ഭാവി വാഗ്ദാനങ്ങളല്ലേ, പ്രതിഭകളെ വാർത്തെടുക്കല്ലേ കലോത്സവം. കലോത്സവം സംഭാവന യേശുദാസിനെയും ജയചന്ദ്രനെയും, അതുപോലെ തന്നെ വാദ്യകലയിൽ നിരവധി പെരുവനം സതീശന്മാരായാലും സുഭാഷ് നാരായണന്മാരായാലും മദ്ദളത്തിലെ ഹരിദാസായാലും പെരുങ്ങോടിലെ കുട്ടികൾ മുഴുവൻ കലോത്സവ വേദി കൂടെ വലുതായതാണ്. അപ്പൊ വാദ്യകലയിൽ ഇന്ന് ശ്രേഷ്ഠരായ കലാകാരന്മാരൊക്കെ കലോത്സവ വേദിയിൽ മാറ്റുരച്ചവരാ. അപ്പൊ കലോത്സവം, കേരള കലോത്സവം കേരളത്തിന്റെ കലകളെ മുഴുവൻ പരിപോഷിപ്പിക്കാൻ, ഭാവി വാഗ്ദാനങ്ങളെ തിരഞ്ഞെടുക്കാൻ പര്യാപ്തമായ വിധം അത്രയ്ക്ക് പടർന്ന് പന്തലിച്ച് ഇന്നിപ്പോ 25 വേദികളിൽ 250-ൽ പരം മത്സരങ്ങളാണ് നടക്കുന്നത്. ഈ മത്സരത്തിൽ വരുന്നവര് പകുതി ആൾക്കാരെങ്കിലും ഈ പ്രതിഭകളായി വളർന്നാൽ നമ്മളൊക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.